ഹിസായെ യമമോട്ടോയുടെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള 17 സിലബിൾസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 17 സിലബിൾസ് എന്ന് പറഞ്ഞിട്ട് ആ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാപ്പനീസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കവിതകളാണ്, അല്ലെങ്കിൽ സ്മോൾ റൈറ്റിങ്സ് ആണ് ഹൈക്കു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ സിലബിൾ സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പോൾ സിലബിൾസ് 17 സിലബിൾ മാത്രമേ ഒരു ഹൈക്കുവിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ഹൈക്കു. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഹൈക്കുവിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സ്റ്റോറി അറൗണ്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഹൈക്കു റൈറ്റിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് റോസിയാണ്. റോസി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് അമേരിക്കൻ ഗേളാണ്. അവളുടെ അമ്മ ടോമി അല്ലെങ്കിൽ മിസ്സസ് ഹയാഷി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറി നമുക്ക് പറയാം. റോസി എന്ന് പറയുന്ന ഒരു ടീനേജറാണ്. അവൾ ജാപ്പനീസ് ഇമിഗ്രൻസ് എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് ജപ്പാനിൽ നിന്നും കുടിയേറി പാർത്ത് ഈ ഷുഗർ കെയിൻ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളാണ് ആര്, അവരുടെ മകളാണ് റോസി എന്ന് പറയുന്നത്. അപ്പോൾ റോസിയുടെ അമ്മ മിസ്സസ് ഹയാഷി വളരെ അടുത്തായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഹൈക്കു റൈറ്റിംഗ് എന്ന് പറയുന്ന കാര്യം തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ ഒഴിവ് സമയങ്ങളിൽ അവർ എന്ത് ചെയ്യും, ജാപ്പനീസ് പോയട്രി ഫോമായ ഈ പറയുന്ന ഹൈക്കു എഴുതും. ഓക്കെ, അവർ ഉപയോഗിച്ചിരുന്ന പെൻ നെയിം എന്ന് പറയുന്നത് ഉമേ ഹനാസോനോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പോയട്രി ആര് വായിക്കും? ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവരുടെ സെറ്റിംഗ് മനസ്സിലാക്കാം. ജാപ്പനീസ് ആണ് ഒറിജിൻ. ഓക്കെ, അമ്മ അച്ഛനൊക്കെ ജാപ്പനീസ് ആണ്, പക്ഷെ അവർ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. ഓക്കെ, ഇമിഗ്രൻ്റ് വർക്കേഴ്സാണ്. അപ്പോൾ അവരുടെ മകൾ അവിടെ ജനിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ ജാപ്പനീസ് കൾച്ചറുമായിട്ടോ ലാംഗ്വേജുമായിട്ടോ വലിയ ബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ റോസിക്ക് അമ്മ എന്ത് ചെയ്യും, ഈ കവിതകൾ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ റോസിക്ക് എന്തറിയില്ല, ഇതെന്താണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് മീനിങ് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ അവൾ എന്ത് ചെയ്യും, അമ്മയുടെ സൂപ്പർ കവിതയാണ് എന്നുള്ള രീതിയിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും. യെസ് ഹൗ അട്ടർലി ലവ്ലി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ആ പോയറ്റിക് ഫോമിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ മകൾ കാണിക്കും. പിന്നെ ഈ മിസ്സസ് ഹയാഷിയുടെ ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഹൈക്കു എഴുതുന്നത് പിന്നീട് അത് അവരുടെ ഒരു ഹോബി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ കുടുംബത്തിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ഹയാഷി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ പോയട്രി എഴുതുന്നതിൽ വലിയ താല്പര്യമൊന്നുള്ള ആളല്ല. വി ക്യാൻ കൺസിഡർ ഹിം ആസ് എ പാട്രിയാർക്കി. ഓക്കെ, അതായത് സ്ത്രീകളൊക്കെ കുടുംബം നോക്കി വീട്ടുജോലികളൊക്കെ ചെയ്ത് കൃഷിസ്ഥലത്തൊക്കെ വന്ന് അവിടുത്തെ ജോലിയൊക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ആര്, ഇവരുടെ ഭർത്താവായ മിസ്റ്റർ ഹയാഷി. അപ്പോൾ ഭാര്യയുടെ ഈ പറയുന്ന ഹൈക്കു റൈറ്റിങ്ങിന് അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷേ മിസ്സസ് ഹയാഷി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പോയംസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ ഹൈക്കു എഴുതിയിട്ട് അവിടെയുള്ള ലോക്കലായിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കും. അപ്പോൾ ഇതെന്തുണ്ടാക്കുന്നുണ്ട്, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് മിസ്സസ് ഹയാഷി ഇതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ കോൺവെർസേഷൻ്റെ ഇടയ്ക്കെന്താണ്, പലപ്പോഴും ഇത് മിസ്റ്റർ ഹയാഷി തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ തന്നെ മാറിപ്പോവാറാണ് പതിവ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഹയാഷി ഫാമിലിയെ കാണാൻ വേണ്ടി ഹയാനോ ഫാമിലി എന്ന് പറയുന്ന ഇവരുടെ സുഹൃത്തുക്കളാണ് ഹയാനോ ഫാമിലി. അവർ അടുത്തുള്ള ടൗണിൽ നിന്നും എങ്ങോട്ടേക്ക് വരികയാണ്, ഹയാഷി ഫാമിലിയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഈ റോസി ഇവരുടെ ഈ ഹയാനോ ഫാമിലിയിലെ അവർക്ക് 4 മക്കളുണ്ട്. ഓക്കെ, ഈ ഹയാനോ ഫാമിലിയിൽ ഹസ്ബൻഡ് വൈഫ് അവർക്ക് 4 മക്കളാണ്. ഹാരു, നാറ്റ്സു, ആക്കി, ഫുയു എന്ന് പറയുന്ന 4 മക്കളുണ്ട്. അപ്പോൾ പക്ഷേ ഈ മിസ്റ്റർ ഹയാനിയുടെ ഭാര്യയായ മിസ്സസ് ഹയാനി എന്ന് പറയുന്നത് കുറച്ച് ഡിസേബിലിറ്റി ഉള്ള ആളാണ്. ഓക്കെ, ഭാര്യ എന്ന് പറയുന്നത് ഈ 4 മക്കളുടെ അമ്മ കുറച്ച് ഡിസേബിലിറ്റി ഉള്ള ആളാണ്. കാരണം അവർ ഫസ്റ്റ് ഡെലിവറി ആയപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവർക്ക് എന്തോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടാണ് അവരെന്തായത് ഒരു ഡിസേബിളായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ഹയാനോ എന്ന് പറയുന്നത് അയാൾക്ക് എന്താണ്, ഈ റോസി എഴുതുന്ന ഹൈക്കൂസിനോട് നല്ല താല്പര്യമാണ്. ഓക്കെ, ആരാണ്, ഫ്രണ്ടാണ്, ഹയാഷി ഫാമിലിയുടെ ഫ്രണ്ടാണ് ഹയാനോ ഫാമിലി. അതിലെ മിസ്റ്റർ ഹയാനോക്ക് എന്തിഷ്ടമാണ്, നമ്മുടെ റോസി എഴുതുന്ന ഹൈക്കൂസിനോട് വളരെ വലിയ താല്പര്യമാണ്. ഓക്കെ, അതായത് ആർട്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും അതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ ഹയാഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, സംസാരത്തിൻ്റെ ഒക്കെ ഇടയിൽ വരുന്നുണ്ട്. ആ കോൺവെർസേഷൻ്റെ ഇടയിൽ നിന്നും വളരെ ഇഷ്ടമില്ലാണ്ട് എണീറ്റ് പോകുന്നൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ മിസ്സസ് ഹയാഷിക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. എന്നാലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡിനോട് അപ്പോളജൈസ് പറയുന്നുണ്ട്. പക്ഷേ ഈ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് മകൾക്ക് അത്ര ദഹിക്കുന്നില്ല. ഓക്കെ, അതായത് റോസിക്ക് അത്രയധികം അമ്മ എന്താ ഇങ്ങനെ, അതായത് ഹയാനോ ഫാമിലിയുടെ ഒരാൾ വരികയാണ്, അയാൾക്ക് ഹൈക്കു ഇഷ്ടമാണ്, അവർ സംസാരിക്കുന്നു, ഫാദർ വന്ന് ഇതിൽ
എന്ത് ചെയ്യുന്നു, മിഡിൽ വരുന്നു. അപ്പോൾ അമ്മ എന്താണ് അച്ഛനോട് വളരെയധികം സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതായത് സോറി അവരങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളതൊക്കെ പറയാണ്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ കോൺവെർസേഷനെ ബ്രേക്ക് ചെയ്യുന്ന പോലെ അച്ഛനോട് പെരുമാറുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നീട് ഈ സമയത്ത് അവൾ എന്ത് വിചാരിക്കുന്നുണ്ട്, റോസി ഒരു എന്താണ് ഫാദറിൻ്റെ ഈ ഒരു കോൾഡ്നെസ് ഒക്കെ കണ്ട് പിന്നെ ഒരു കാർ ക്രാഷൊക്കെ അവൾ ഇമാജിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റോസി എന്ന് പറഞ്ഞ ആരാണ്, മിസ്സസ് ഹയാഷിയുടെ മകളാണ്. ഓക്കെ, ഷീസ് ആൻ അമേരിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം, അമേരിക്കൻ ജാപ്പനീസ് ബോൺ ആയിട്ടുള്ള ഡോട്ടറാണ്. ഓക്കെ, അപ്പോൾ അവൾക്ക് ജീസസ് കറാസ്കോ എന്ന് പറയുന്ന മെക്സിക്കൻ ഫാമിലി, ഓക്കെ, അതായത് ഇവരുടെ ഫാമിൽ നമ്മുടെ ഈ ഹയാഷി ഫാമിലിക്ക് ടൊമാറ്റോ ഫാമുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ഒരു മെക്സിക്കൻ ഫാമിലിയിലെ ഒരാളുടെ മകനാണ് ജീസസ് കറാസ്കോ എന്ന് പറയുന്നത്. ആ പയ്യനുമായിട്ട് ആർക്ക് ഇഷ്ടത്തിലാവുകയാണ്, നമ്മുടെ റോസി ഇഷ്ടത്തിലാവുകയാണ്. അപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലൊക്കെ വളരെയധികം ജോളിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റോസിയോട് നമ്മുടെ ജീസസ് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം ഇരിക്കുമ്പോൾ എനിക്കൊരു രഹസ്യം പറയാനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇവർ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒരു ദിവസം. ആ സമയത്ത് റോസിയുടെ ആണ്ടായ ടാക്കയും അതേപോലെ അങ്കിളായ ഗിംപാച്ചും ഇങ്ങോട്ട് വരികയാണ്, ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്, ഹയാഷി ഫാമിലിയിലേക്ക് വരികയാണ്. അപ്പോൾ അവളെന്താണ് പല റീസൺസും പറഞ്ഞിട്ട് ജീസസിനെ കാണാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു, ഇവരുടെ ഫാമിലുള്ള ഷെഡിലേക്ക് പോകുന്നു. ആ ഷെഡിൽ വെച്ചിട്ട് എന്താണ് സീക്രട്ട് പറയാണ് എന്നുള്ള രീതിയിൽ അവൻ എന്ത് ചെയ്യാണ്, അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവൾക്കൊരു കിസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്നുള്ള ഒരു ഷോക്കിൽ അവൾക്ക് എന്ത് പറയണം എന്നറിയാതെ, ഷീ ഈസ് ഓൺലി 17, അത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ടീനേജ് ഗേളാണ് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ അവൾ പെട്ടെന്ന് ഷോക്കാവുകയാണ്, തന്നോട് ഇങ്ങനെ പെരുമാറിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദേ ആർ ലൈക്ക് ലവേഴ്സ്. ഓക്കെ, ടീനേജ് ലവേഴ്സ് പോലെയാണ്. അപ്പോൾ ആ ഒരു കിസ് അവൾ വളരെയധികം ഷോക്ക് ഉണ്ടാക്കുകയും അവൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ബാത്റൂമിൽ കയറിയെന്നാണ്, വളരെ സൗണ്ടിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്, അതായത് ഈ മെമ്മറീസ് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അവൻ്റെ ടച്ചും അവൻ്റെ വാക്കുകളും അവൻ്റെ നോട്ടവും അവൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ റോസിയുടെ അമ്മ മിസ്സസ് ഹയാഷി എന്ത് ചെയ്യാണ്, ഹൈക്കു കോമ്പറ്റീഷന് വേണ്ടി എന്ത് ചെയ്യാണ്, ഒരു പോയം, അതായത് ഇവർ എഴുതിയ ഹൈക്കു അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈക്കു ടോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് വന്നാലും എപ്പോഴും ഹൈക്കുവിനെ കുറിച്ചുള്ള ടോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാദർ എന്താണ് ആ സമയത്ത് വീട്ടിലില്ല. ഓക്കെ, അപ്പോൾ ഈ ഹൈക്കുവിൻ്റെ ടോക്ക് അവിടെ നടക്കുന്നുണ്ട്, റോസി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ജാപ്പനീസ് സ്കൂളിൽ വെച്ച് എന്താണ് റോസി അവളുടെ ഫ്രണ്ടായ ചിസൂക്കോയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഫാദർ എന്ത് ചെയ്യാണ്, അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് മകൾ എന്ത് ചെയ്യുന്നത്, മകൾ സ്കൂളിൽ നിന്ന് കൂട്ടാനായിട്ട് വരുന്നത്. ആ സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആര് വരികയാണ്, ഒരാൾ വന്നിട്ടുണ്ടാകുന്നു. ആരാന്ന് വെച്ചാൽ ഇവർ നമ്മുടെ മിസ്സസ് ഹയാഷി ഒരു ന്യൂസ് പേപ്പറിലേക്ക് അവരുടെ ഹൈക്കൂസ് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഹൈക്കൂസ് കോമ്പറ്റീഷന് വേണ്ടി അയച്ചപ്പോൾ അവർക്കാണ് പ്രൈസ് വന്നത്, മിസ്സസ് ഹയാഷിക്കാണ് പ്രൈസ് വന്നത്. അപ്പോൾ ആ പത്രത്തിൻ്റെ എഡിറ്റർ, അതായത് ഇവരുടെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത്, ഇല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോയ സമയത്താണ് എത്തിച്ചേർന്നത്. അപ്പോൾ അവർ സംസാരിക്കുന്നതാണ് ആര് കാണുന്നത്, നമ്മുടെ മിസ്റ്റർ ഹയാഷി കാണുന്നത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിൻ്റെ പേര് മിസ്റ്റർ കുറോഡ എന്നാണ് കേട്ടോ. പ്രൊനൗൺസിയേഷൻ മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം, കുറോഡ എന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ആ കോമ്പറ്റീഷനിൽ മിസ്സസ് ഹയാഷിക്ക് ഫസ്റ്റ് പ്രൈസ് വന്നെന്നും, അപ്പോൾ ജാപ്പനീസ് ഒരു ഫ്രെയിമിൽ എന്ത് ചെയ്യാണ്, പേര് കൊത്തി വെച്ച് ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം ഒരു ഫ്രെയിം ആണ് അവർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആ സമ്മാനം കണ്ട് മിസ്സസ് ഹയാഷി ഭയങ്കരധികം എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് ആ ഒരു ജാപ്പനീസ് സ്റ്റൈൽ പെയിൻറ്റിങ് കണ്ടിട്ട്. പക്ഷേ മിസ് ഹയാഷി ആ സമയത്ത് ചായ കൊടുക്കുന്നുണ്ട്, ഭർത്താവും മകളും വരുന്നത് കാണുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിലധികം അമ്മയോടൊന്നും സംസാരിക്കാതെ നേരം അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ പോയിട്ട് ജോലികൾ ചെയ്യുന്നു. ഓക്കെ, ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, റോസി ഒരു മെസ്സേജ് പാസ് ചെയ്യണം. അതായത് അച്ഛൻ തോട്ടത്തിൽ നിന്നും ജോലിക്കായിട്ട് ആരെ വിളിക്കുകയാണ്, അമ്മയെ വിളിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മിസ്സസ് ഹയാഷിക്ക് തോട്ടത്തിൽ പണിയെടുക്കാൻ പോകാനായിട്ട് താല്പര്യം വന്നില്ല. റോസി മിസ്സസ് ഹയാഷിനെ വിളിക്കാൻ വരുന്നുണ്ട്, അമ്മയെ വിളിക്കാൻ വരുന്നുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്താണ് അലറാം, അതായത് സമയം നോക്കി അച്ഛൻ എന്താണ് വളരെ ദേഷ്യത്തോടെ, കുറേ നേരമായിട്ടും വിളിച്ചിട്ട് വരാത്തതിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ദേഷ്യത്തോടെ വീട്ടിലേക്ക് കയറി വരണം. ആ സമയത്ത് എന്താണ് മിസ്റ്റർ കുറോഡ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ദേഷ്യത്തിൽ, അതായത് താൻ വിളിച്ചിട്ട് ഇത്രയും നേരമായിട്ടും തൻ്റെ ഭാര്യ വന്നില്ല എന്നുള്ള ദേഷ്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ സമ്മാനം കിട്ടിയ ആ ഒരു ഫ്രെയിം, ആ പെയിൻറ്റിങ്ങിനെ അദ്ദേഹം വെട്ടി പൊട്ടിച്ച് അദ്ദേഹം കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ സമ്മാനത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം അതിനെ കത്തിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഇരിക്കെ
റോസി എന്ത് ചെയ്യുന്നു, അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അച്ഛൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ആ സമയത്ത് റോസിയോട് അമ്മ ഒരു രഹസ്യം പറയാണ്. അതായത് നമ്മുടെ റോസിയുടെ അമ്മയായ മിസ്സസ് ഹയാഷി ഒരിക്കലും മകളോട് പറയണമെന്ന് കരുതിയ കാര്യമല്ല. പക്ഷേ അവൾ 18 വയസ്സാവുമ്പോൾ, അതായത് നമ്മുടെ മിസ്സസ് ഹയാഷി 18 വയസ്സായിരുന്ന സമയത്ത് അവരുടെ നാട്ടിൽ ജപ്പാനിൽ വെച്ചിട്ട് ഒരു വെൽത്തി ഫാമിലിയിലെ ഒരാളുമായിട്ട് ഈ അമ്മയ്ക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് പാസ്റ്റാണ് കേട്ടോ. പാസ്റ്റിലെ അമ്മയ്ക്ക് ഒരു വെൽത്തി ഫാമിലിയിലെ ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ആളുമായിട്ട് അമ്മ പ്രഗ്നൻ്റ് ആവുകയും, അതായത് മിസ്സസ് ഹയാഷി പ്രഗ്നൻ്റ് ആവുകയും അവരുടെ ക്ലാസ് ഡിഫറൻസ് കാരണം, അതായത് വെൽത്തി മാനാണ്, ഇവരൊരു ലേബറാണ്. അപ്പോൾ 2 കുടുംബങ്ങൾ 2 ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അവർ കല്യാണം കഴിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതോടുകൂടി പിന്നീട് ഇവർ പ്രഗ്നൻ്റ് ആവുന്നു, അവർ പ്രസവിച്ചപ്പോൾ ആ കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, പിന്നീട് ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇവളുടെ ഫാമിലിക്ക് എന്താണ്, ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ ആയി. ആ സമയത്ത് നമ്മുടെ മിസ്സസ് ഹയാഷിയുടെ സിസ്റ്റർ ഉണ്ട്, ടാക്ക എന്ന് പറയുന്ന സിസ്റ്റർ. അവൾ അമേരിക്കയിലാണ്. അങ്ങോട്ടേക്ക് ലെറ്റർ അയക്കാണ്. അതായത് നീ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണം, എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം, എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കത്ത് മിസ്സസ് ഹയാഷി ആർക്ക് അയക്കാണ്, അവരുടെ സിസ്റ്ററായ ടാക്കയ്ക്ക് അയക്കാണ്. ഇത് പാസ്റ്റിലെ സ്റ്റോറിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടാക്ക പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ലെറ്റർ കിട്ടുന്നു, അവളെ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ അവിടെ വെച്ച് റോസിയുടെ അച്ഛനായ മിസ്റ്റർ ഹയാഷിയായിട്ട് ആരുടെ കല്യാണം നടത്തുന്നു, നമ്മുടെ മിസ്സസ് ഹയാഷി എന്ന് പറഞ്ഞ ടോമിയുടെ കല്യാണം നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കഥ പറഞ്ഞതിന് ശേഷം അമ്മ മകളോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, കല്യാണം കഴിക്കരുത് എന്നൊരു പ്രോമിസ് ചോദിക്കുകയാണ്. എന്നിട്ട് അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, കരയുന്നൊക്കെയുണ്ട് മകളോട്. നീ എന്നോട് പ്രോമിസ് ചെയ്യണം, ഒരിക്കലും നീ ഇതാരോടും പറയരുത്, അതുപോലെ നീ ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റോസി ജീസസിനെ കുറിച്ച് ഓർക്കാണ്. ഓക്കെ, ആ മെക്സിക്കൻ ബോയ് ഓർക്കാണ്. കാരണം അവൾ യെസ് എന്ന് അമ്മയോട് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവൻ തൊട്ടതും അവൻ കൊടുത്ത കിസ്സൊക്കെയാണ് അവളുടെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ ഒരു നോ എന്നുള്ള സെൻസ് ആണെങ്കിലും ഷീ സെഡ് യെസ് ടു ഹർ മദർ. ഓക്കെ, ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ സ്റ്റോറിയിൽ ഒരുപാട് തീംസ് വരുന്നുണ്ട്. ഓക്കെ, ആർട്ട് വേഴ്സസ് ജെൻഡർ റോൾ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ട്. അതായത് മിസ്സസ് ഹയാഷി എന്ന് പറയുന്നത് വളരെയധികം ആർട്ടിനെ സ്നേഹിക്കുന്ന, ഇല്ലെങ്കിൽ അവർക്ക് ഹൈക്യു എന്നുള്ളൊരു കഴിവൊക്കെ ഉണ്ട്, ഹൈക്യു എഴുതാനുള്ള കഴിവുണ്ട്. പക്ഷേ അവരുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നില്ല, അവരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. അവരുടെ സമ്മാനത്തെ എറിഞ്ഞു കൊടുക്കുകയും പിന്നെ ഫാമിലി ജോലിക്ക് വരാതിരിക്കുന്നതിന് വഴക്കുറയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആർട്ട് വേഴ്സസ് ജെൻഡർ റോൾസ് എന്ന് പറയുന്ന, അതായത് ആർട്ട് എന്ന് പറയുന്നത് ഇവിടെ മിസ്സസ് ഹയാഷിയുടെ ഒരു സെൽഫ് എക്സ്പ്രഷനാണ്. അതിനൊരു കേർട്ടെയിൽ പോലെ നമുക്ക് തോന്നാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, അതായത് ഹൈക്കൂനെ കുറിച്ച് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് ഹൈക്കു എന്ന്. പക്ഷേ മകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ആ കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മാത്രമല്ല അമ്മ ഒരു ജാപ്പനീസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അമ്മ മകളോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഈ പ്രായത്തിൽ ഒരു വെൽത്തി ഫാമിലിയിലെ ഒരു പയ്യനുമായിട്ട് റിലേഷനായി, പ്രഗ്നൻ്റ് ആയി, ആ കുട്ടി മരിക്കുകയൊക്കെ ഉണ്ടായി, പക്ഷെ നീ ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്ന് പറയുമ്പോൾ എന്താവുന്നില്ല, മകൾ ഉള്ളിലൊന്ന് വെച്ചിട്ടാണ് പുറത്തെന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദർ ട്രൂ ഐഡൻറ്റിറ്റി ഓഫ് ദി ഗേൾ ഇസ് നോട്ട് വിസിബിൾ ഔട്ട് സൈഡ്. അതുപോലെ തന്നെ കൾച്ചറൽ ഡിസ്കണക്ഷൻ ആൻഡ് ഐഡൻറ്റിറ്റി, അതായത് കൾച്ചർ എന്ന് പറയുന്ന കാര്യം ഇല്ലേ, ഇവിടെ മകൾക്കും അമ്മയ്ക്കും വേറെ വേറെ കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ അവർ ഐഡൻറ്റിറ്റി ഡിഫറെൻ്റ് ആണ്, അവരുടെ തോട്ട്സ് ഡിഫറെൻ്റ് ആണ്. ആ ട്രഡീഷൻസ് ബിലീവ്സ് ഒക്കെയാണ് അമ്മ ഉൾക്കൊള്ളുന്നതെങ്കിൽ മകൾ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ഇതാണുള്ളത്. മാത്രമല്ല ആ കുട്ടിക്ക് ആ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ചാലഞ്ചസും നമുക്ക് റോസിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഈ 17 സിലബിൾസ് എന്ന് പറയുന്ന ഹൈക്കൂനെ മാത്രമല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ പ്രായത്തെയും ഈ കഥയിൽ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.